തെറ്റിപ്പോയ ആളുകൾ വരെ അതാണ് ശരിയെന്ന് വരുത്തി തീർക്കത്ത നിലക്ക് ഇന്ന് അവർ തിരിച്ചു വരുന്നു. അൽഹംദുലില്ലാഹ്, അത് വളരെ സന്തോഷമാണ്. കാരണം നമ്മളുടെ ആ നിലപാടായിരുന്നു സത്യമെന്ന് എല്ലാവരും അംഗീകരിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ സുന്നി കൗൺസിലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിനെ സഹായിക്കുകയും ഇതിനോട് സഹകരിക്കുകയും അങ്ങനെ നമ്മുടെ സമസ്തയുടെ കണ്ണികളായി മാറുകയും അങ്ങനെ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി, ഇസ്ലാമിക ദഅവത്തല്ലാതെ സുന്നി കൗൺസിലിന് യാതൊരു ഉദ്ദേശവുമില്ല. പല റിലീഫുകളും പല അൽമിൻഹ പരിപാടി വരെ ഉണ്ട്. അതിലെ പരിപാടികളെല്ലാം നോട്ടീസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവരുടെ സൗകര്യം പോലെയും അതിൻ്റെ കഴിവ് പോലെയും അത് അനുസരിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹുവിനെ പൊരുത്തത്തിലാക്കി തീർക്കട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന സമയം ദീർഘിപ്പോന്ന് പേടിച്ചുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ പരിപാടി അവൻ പൊരുത്തപ്പെട്ടവയിൽ സാലിഹമലായി സ്വീകരിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വക്കുല്ല ആമീൻ അൻതും ബിഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈദ് നിലാവിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ സയ്യിദ് ഗാലിബ് മഷ്ഹൂർ തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കുവൈത്ത് കേരള സുന്നി മുസ്ലിം കൗൺസിലിന്റെ ബഹുമാന്യനായ ആയിരക്കണക്കിന് കുവൈത്തികൾക്കും അറബികൾക്കും അനറബികൾക്കും ഇമാമായി നിൽക്കുന്ന ഇതിൻ്റെ അധ്യക്ഷൻ അബ്ദുസ്സലാം മൗലവി അവർകളെ, ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ള ജനാബ് KV മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ അവർകളെ, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ എക്സ്റ്റേണൽ മിനിസ്റ്ററുമായിട്ടുള്ള അഹമ്മദ് സാഹിബിൻ്റെ ക്ലാസ്മേറ്റ് എന്നോ കോളേജ് മേറ്റ് എന്നോ പറയാം. അതുപോലെ തന്നെ ജസ്റ്റിസ് വി ഖാലിദിൻ്റെയും ക്ലാസ്മേറ്റും കോളേജ് മേറ്റുമായിട്ടുള്ള അവർകളാണ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. CH സെന്ററിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം രണ്ട് മൂന്ന് വർഷങ്ങളായി അതിൻ്റെ സ്ഥാനമേറ്റിട്ടുണ്ടെങ്കിലും ഏകദേശം 45 മുതൽ 50 വർഷം വരെ സർ സെയ്ദ് കോളേജിൻ്റെ ബോർഡ് സെക്രട്ടറിയും കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം ഈ സദസ്സിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സദസ്സിലും ഉള്ള പണ്ഡിതന്മാരെ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ തക്ബീർ ചൊല്ലാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് നാളെയും മറ്റന്നാളെയും തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം വളരെ പുണ്യമായ ദിവസമാണ്. ഈ ദിവസത്തിൽ എവിടെല്ലാം ആയിപ്പോകുന്ന, ഏതെല്ലാം TV ചാനലിൻ്റെ മുമ്പിലായിപ്പോകുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരികളെയും ഇവിടെ ഒത്തൊരുമിച്ച് ഈ സദസ്സിൽ കാണുക എന്നുള്ളതും, അതുപോലെ തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്മാരായിട്ടുള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ കാര്യങ്ങൾ ഇവിടെ കഥാ പ്രസംഗികന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്ന് പറഞ്ഞു. ഈ ദിവസത്തിൽ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ജുമാ നമസ്കാരം നമ്മൾ ഖളാക്കി കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അത് വീട്ടാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം സുബ്ഹി നമസ്കാരം നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രിയുടെ ഇശാ നമസ്കാരം ഇമാം ജമാഅത്തെ നമസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവനും നമസ്കരിച്ചതിൻ്റെ കൂലിയാണ് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ മതിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യ ഹറമിൽ, മസ്ജിദുൽ ഹറാമിൽ കഅബയുടെ തവാഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സഈലാണ്. ആ സഈ എന്ന ആ ഫർളായിട്ടുള്ള ആ കർമ്മത്തിൽ ഒരു പച്ച ലൈറ്റ് കാണാം, സഫ മർവാൻ്റെ ഇടയിലുള്ള അതിലുള്ള ദുആ എന്താണെന്ന് നമുക്കറിയാം. അല്ലാഹുമ്മ ഇഗ്ഫിർ ഇർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലം മാ ലാ നഅലം ഇന്നക അൻതൽ അസീസുൽ അക്രം. പ്രിയ സഹോദരന്മാരെ, ഹാജറ ബീവി പൊന്നാരി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വെള്ളം കൊടുക്കാൻ മലയിൽ പാലില്ലാത്ത അവസ്ഥയിൽ സഫയിൽ നിന്നും, സഫാ പർവ്വതത്തിൽ നിന്ന് മർവാ പർവ്വതത്തിലേക്കും, മർവാ പർവ്വതത്തിൽ നിന്ന് സഫാ പർവ്വതത്തിലേക്കും ഓടിക്കൊണ്ട് അള്ളാഹുവിനോട് യാചിക്കുന്ന
ആ ദുആയാണ്. ഈ ദുആ എല്ലാവരും അത് ഹിഫ്ള് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദുആ ചെയ്യണമെന്നും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അടുത്തതായി ഈ ഈദ് നിലാവിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സോവനീറിന്റെ പ്രകാശന കർമ്മമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യപ്പെട്ട ഉസ്താദ് അബ്ദുൽ സലാം മുസ്ലിയാർ അവരുകളെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി മുഹമ്മദ് റോഷനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, ഇനി വേദിയിൽ നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷണാഗ്നിയിലെ ഇനപ്രാവുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള കഥാപ്രസംഗം നടക്കാൻ പോകുകയാണ്. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈദ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് എൻ മെഹബൂബേ ചൊല്ലാം ഖൈറ് മുബാരക് ഖൈറ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് ഈദ് മുബാരക് എൻ മെഹബൂബേ ചൊല്ലാം ഖൈറ് മുബാരക് ഖൈറ് മുബാരക്. കാലിയാർ ചൊല്ലി കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി. കാലിയാർ ചൊല്ലി കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി. മുസലയിൽ കൈകൾ മുത്തുന്നി മുസൽമാനും കണ്ണു തുടക്കുന്നി മൈലാഞ്ചി കൊമ്പ് കുലുങ്ങുന്നി മനമാനന്ദത്തിൽ മുങ്ങുന്നി. മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക്. കാലിയാർ ചൊല്ലി കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി. ഇബ്രാഹിം നബിയുടെ വിളിയിൽ ലബ്ബൈക പറഞ്ഞ് ഇറയോന്റെ ഭവനം കൊള്ളെ ഹജ്ജാജി തിരിഞ്ഞ്. ഇബ്രാഹിം നബിയുടെ വിളിയിൽ ലബ്ബൈക പറഞ്ഞ് ഇറയോന്റെ ഭവനം കൊള്ളെ ഹജ്ജാജി തിരിഞ്ഞ്. സ്വഫയും മർവ നിറഞ്ഞ് സംഗമമർഫയിൽ ചേർന്ന് ആ വേദിയിൽ സകലോരുമേ ആലം മറന്ന്. മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക്. കാലിയാർ ചൊല്ലി കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി. ഫക്കീറിൻ പാത്രത്തിലും വേവുന്നു ചോറ് മിസ്കിന്റെ കണ്ണുകളിൽ കാണുന്നു സുറൂറ്. ഫക്കീറിൻ പാത്രത്തിലും വേവുന്നു ചോറ് മിസ്കിന്റെ കണ്ണുകളിൽ കാണുന്നു സുറൂറ്. ഈ തായിദിൽ ഖുർബ ഈദാദീനിൻ മഹിമ ആലിംഗനം അഹ്ലോരിലേക്കും ആശംസ നേർന്ന്. മുബാരക് 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 ഈദ് മുബാരക്
മുബാരക് മുബാരക് മുബാരക് മുബാരക് ഈദ് മുബാരക് 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 ഈദ് മുബാരക് 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 ഈദ് മുബാരക് കാൽദിയാർ ചൊല്ലി കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി കാദിയാർ ചൊല്ലിക്കണ്ടു പെരുന്നാളമ്പിളി കാതിരമ്പി വന്നു എങ്ങും തക്ബീർ മാറ്റൊലി മുസലയിൽ കൈകൾ മുത്തുന്നേ മുസൽമാനും കണ്ണു തുടക്കുന്നേ മൈലാഞ്ചി കൊമ്പ് കുലുങ്ങുന്നേ മനമാനന്ദത്തിൽ മുങ്ങുന്നേ മുബാരക് 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 ഈദ് മുബാരക് 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 മർഹബ പാടും ഞങ്ങൾ സുദിനമിതിൽ മർത്തബയേറും ഇതിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി മർഹബ പാടും ഞങ്ങൾ സുദിനമിതിൽ മർത്തബയേറും തീനിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി സുന്നി കൗൺസിൽ ഒരുക്കി വിരുന്ന് എന്നും ഒരു പിടി മുന്നിലിരുന്ന് എന്നാലും എന്നാലും ഹൈറിൻ വഴി തന്ന് സുന്നി കൗൺസിൽ ഒരുക്കി വിരുന്ന് എന്നും ഒരു പിടി മുന്നിലിരുന്ന് എന്നാലും ഹൈറിൻ വഴി തന്ന് എന്നാലും ഹൈറിൻ വഴി തന്ന് കുവൈത്തിൽ ആകെ യശസ്സുയർന്നിടുന്ന കുതിരത്തുടയ നാഥൻ കനിഞ്ഞിടുന്ന ഗുണമേറും നേതാക്കളിൽ നയിച്ചിടുന്ന ഗുണവാനാം റസൂലിന്റെ പാത തുടർന്ന് മർഹബ പാടാം ഞങ്ങൾ സുദിനമിതിൽ മർത്തബയേറും ഇതിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി അഗതിയനാഥകൾക്ക് ആശ്രയമേകി ആരാലും പ്രശസ്തികൾ പൂകി അന്തസിനാലിന്നമ്പരമേറി അന്തസിനാലിന്നമ്പരമേറി അഗതിയനാഥകൾക്ക് ആശ്രയമേകി ആരാലും പ്രശസ്തികൾ പൂകി അന്തസിനാലിന്നമ്പരമേറി അന്തസിനാലിന്നമ്പരമേറി ചെയർമാനാം സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ പ്രസിഡന്റാ അബ്ദുസ്സലാം മുസ്ലിയാർ വാണിയന്നൂർ സെക്രട്ടറി കുഞ്ഞഹമ്മദ് കുട്ടി ഫൈസിയും ട്രഷററാ അബ്ദുൽ നാസർ കോടൂരും കൂടി മർഹബ പാടും ഞങ്ങൾ സുദിനമിതിൽ മർത്തബയേറും ഇതിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി അധ്യക്ഷനാം നസീർ ഖാനും സയ്യിദ് ഗാലിബ് ഉദ്ഘാടകനും സ്നേഹത്തോടെയൊത്തിര കൂടും സ്നേഹത്തോടെയൊത്തിര കൂടും അധ്യക്ഷനാം നസീർ ഖാനും സയ്യിദ് ഗാലിബ് ഉദ്ഘാടകനും സ്നേഹത്തോടെയൊത്തിര കൂടും സ്നേഹത്തോടെയൊത്തിര കൂടും ആശംസ നേരും എല്ലാ മെമ്പർമാരിലും ആഘോഷ നാളിൽ മർഹബ ചൊല്ലുന്നേവരിലും ആശംസ നേരുമെല്ലാ മെമ്പർമാരിലും ആഘോഷ നാളിൽ മർഹബ ചൊല്ലുന്നോരിലും മർഹബ പാടും ഞങ്ങൾ സുദിനമിതിൽ മർത്തബയേറും ഇതിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി
മർഹബ പാടും ഞങ്ങൾ സുദിനമിതിൽ മർതബയേറും ഇതിൻ നിമിഷങ്ങളിൽ മാനത്തായി ഉയരുന്നു തക്ബീറൊലി മാലോകരുയർത്തുന്നു ഇലാഹിൻഡൊലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വനഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا شفيع الله. الصلاة والسلام عليك يا خير خلق الله. അനുഗ്രഹീതമായി വേദിയിൽ സ്നേഹിതരായ നമ്മെ ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് വസീയത്ത് നൽകിയ പലരും അവരുടെയൊക്കെ കബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതം അല്ലാഹു ഖൈറാക്കട്ടെ. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സഹോദരന്മാരെ, സുന്നി കൗൺസിൽ സംഘടിപ്പിച്ച മനോഹരമായ ഒരു ഈദ് നിലാവിലാണ് നമ്മളുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ് നമ്മൾ. ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരും അറിഞ്ഞവരുമാണ് നമ്മൾ. ഇവിടെയാണ് പരീക്ഷണ അഗ്നിയിലിണപ്രാവ് എന്നൊരു കഥ നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് സത്യത്തിൽ ഒരു കുടുംബ ജീവിതത്തിൻ്റെ കഥയാണ്. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പരസ്പരം തിരിച്ചറിയാൻ കഴിയാതെ ജനിപ്പിച്ചു വിട്ട മക്കൾക്ക് മുന്നിൽ പോലും മാതാപിതാക്കൾ തമ്മിലടിപിടി കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വിചിന്തനം നടത്തേണ്ടത് പോയ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകന്മാരെക്കുറിച്ച്, മഹത്തുക്കളെക്കുറിച്ച്, സാലിഹ്യങ്ങളെക്കുറിച്ചാണ്. അവരെങ്ങനെയാണ് അവരുടെ കുടുംബജീവിതം ജീവിച്ചു തീർത്തത്, അവരെങ്ങനെയാണ് മാനവന് മാതൃകയായി ജീവിതം കാണിച്ചു തന്നത്. അതാണ് ഇവിടെ പ്രവചിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പരീക്ഷണ അഗ്നിയുള്ള പ്രാവുകൾ എന്ന കഥ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിശാലമായ ജീവചരിത്രത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ സമർപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വ്യക്തിഗണത്തോടെ ഇസ്ലാമിക ലോകത്ത് ഒരു പ്രവാചകൻ അനുഭവിച്ച ത്യാഗത്തിൻ്റെ തീച്ചൂളയുടെ ഒരു കഥ നമുക്കൊന്നിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അലിഫ് എന്ന മാണിക്യം ലാമായ മേമിൽ അഗമേയമായി അഹമ്മദായി ആലമില്ല ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനേ അടിയൻ ഞാൻ നിന്റെ വില തേടുന്നല്ലാ. അലിഫ് എന്ന മാണിക്യം ലാമായ മേമിൽ അഗമേയമായി അഹമ്മദായി ആലമില്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മേമിൽ അഗമീയമായി അഹമ്മദായി ആലമില്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനേ അടിയൻ ഞാൻ നിന്റെ വില തേടുന്നല്ലാ. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനേ അടിയൻ ഞാൻ നിന്റെ വില തേടുന്നല്ലാ. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല. അലിഫ് എന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല.
വലിയ നിന്റെ അഹമ്മദ് വിലാമീമിൽ വന്നേ, വലിയ നിന്റെ അഹമ്മദ് ബിലാമീമിൽ വന്നേ, ബനു ഹാഷിമായ നബിയുള്ള കേറ്റം, ബനു ഹാഷിമായ നബിയുള്ള കേറ്റം, വലിയ നിന്റെ അഹമ്മദ് വിലാമീമിൽ വന്നേ, ബനു ഹാഷിമായ നബിയുള്ള കേറ്റം, വലിയ നിന്റെ അഹമ്മദ് ബിലാമീമിൽ വന്നേ, ബനു ഹാഷിമായ നബിയുള്ള കേറ്റം. ബാധിത്തെ വള്ളൽ മുഹിയുദ്ദീൻ തന്റെ ബർക്കത്താലിൻ പിഴ നീ പൊറുക്കല്ല, ബാധിത്തെ വള്ളൽ മുഹിയുദ്ദീൻ തന്റെ ബർക്കത്താലിൻ പിഴ നീ പൊറുക്കല്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല. താജ് മുഹക്കിൻ ഹക്കാണ് എന്റെ, താജ് മുഹക്കിൻ ഹക്കാണ് എന്റെ, തൗബാനെ നീ കബൂലാക്കണമല്ല, തൗബാനെ നീ കബൂലാക്കണമല്ല. താജ് മുഹക്കിൻ ഹക്കാണ് എന്റെ, തൗബാനെ നീ കബൂലാക്കണമല്ല, താജ് മുഹക്കിൻ ഹക്കാണ് എന്റെ, തൗബാനെ നീ കബൂലാക്കണമല്ല. ജവാദുൻ കരത്ത കൊടുത്ത ബിദാബർ ജദ്ദുള്ള മുഹിയുദ്ദീൻ തുണ വേണമല്ല, ജബാബിൽ കരത്താൽ കൊടുത്ത ബേദാബർ ജദ്ദുള്ള മുഹിയുദ്ദീൻ തുണ വേണമല്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമല്ല. ആക്കിയ തമ്പുരാ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ വില തേടുന്നല്ല, ആക്കിയ തമ്പുരാ എൻ തമ്പുരാനെ അടിയൻ ഞാൻ നിന്റെ വില തേടുന്നല്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമില്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമില്ല, അലിഫെന്ന മാണിക്യം ലാമായ മീമിൽ അഗമീയമായി അഹമ്മദായി ആലമില്ല. അലിഫ് എന്ന ആദ്യ അക്ഷരം കൊണ്ട് അള്ളാഹുവിനെ പഠിച്ചവരാണ് നമ്മൾ. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് നടന്നുകൊണ്ട് പരീക്ഷണ അഗ്നിയിലുള്ള പ്രാവുകൾ എന്ന കഥ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അതെ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ, ഇതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ, ദുആ തേടിടാ നീയും കേട്ടിടണേ, ഇതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ, ഇതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ. ഇസ്ഹാഖ് നബി തൻ മകനാമൈസിൻ പൊന്നുമലല്ലോ അയ്യൂബു സ്വാബിർ, ഇസ്ഹാഖ് നബി തൻ മകനാമൈസിൻ പൊന്നോമലല്ലോ അയ്യൂബ് സ്വാബിർ, സഹനത്തിൻ കടലിൻ ആഴികൾ താണ്ടി സഹനത്തിൻ കടലിൻ ആഴികൾ താണ്ടി സുവനത്തിൻ വാതിലും
കടന്നുള്ള നൂറാലിതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ ഇതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ ദുആ തേടിടാ നീയും കേട്ടിടണേ ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാറാ ബിബിൽ ജനിച്ചൊരു മകനാണല്ലോ മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബിക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹമുള്ള 2 മക്കളെ കൊടുത്തു. ഒരാൾ കൻആനിലെ പ്രവാചകനായിരുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറ്റൊരാൾ ഡമസ്കസിലെ അഥവാ ദിംഷക്കിലെ അല്ലെങ്കിൽ ദിമഷ്കിലെ രാജാവായിരുന്ന ഹൈസ്. ഇബ്രാഹിം നബിക്ക് കൊടുത്തൊരു മകനാണ് ഇസാഖ് നബി സാറാ ബീബിയിൽ. ആ ഇസാഖ് നബിക്ക് കൊടുത്ത 2 മക്കളിൽ ഒരാളെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട്, മറ്റൊരാളെ അള്ളാഹു രാജാവുമാക്കിയിട്ടുണ്ട്. പ്രവാചകനാക്കിയ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളെ കൊടുത്തപ്പോൾ അതിലൊരാളെ അള്ളാഹു പ്രവാചകത്വം കൊടുത്ത് ആദരിച്ചു, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇപ്പുറത്ത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരത്തിലേറിയ ഹൈസ് എന്ന ഇസാഖ് നബിയുടെ മറ്റൊരു മകന് അള്ളാഹു കുറെ മക്കളെ കൊടുത്ത കൂട്ടത്തിൽ ഒരാളെ അള്ളാഹു പ്രവാചകത്വം കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അയ്യൂബ് നബിയുടെ വിശാലമായ ചരിത്രത്തിന്റെ മർമ്മങ്ങളാണ് നമുക്കിവിടെ അവതരിപ്പിക്കേണ്ടത്. അയ്യൂബ് നബി പ്രവാചകത്വമൊക്കെ കിട്ടുന്നതിന്റെ മുമ്പ് രാജകൊട്ടാരത്തിൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ, രാജകുമാരനായിരിക്കുമ്പോൾ തന്നെ ചിന്ത ഇലാഹിയ ചിന്തയാണ്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കുക. എപ്പോഴും അള്ളാഹുവിനോട് താൻ തന്റെ മനസ്സിലൊരു ചോദ്യം ചോദിക്കുമെന്ന് ചരിത്രം പറയുന്നു. പടച്ചോനെ, നീ എന്തിനാ എന്നെ പടച്ചത്? അള്ളാഹുവേ, നീ എന്തിനാണ് എന്നെ പടച്ചത്? നീ പടക്കുമ്പോ എന്നിലൂടെ നിനക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? അള്ളാഹു മനുഷ്യനെ പടക്കുമ്പോൾ അള്ളാഹ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് മനുഷ്യനിലൂടെ. അല്ലാണ്ട് ആജിക്കാക്ക് 12 പിള്ളേരുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പടച്ചതല്ലിത്. അപ്പോ അള്ളാഹുവേ, നീ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നീ ലക്ഷ്യം വെച്ച ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? എപ്പോഴും ഒരു അന്വേഷണത്വരെയാണ് ജീവിതം. എന്തോ തിരയും കൽബാണ്, എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്ക രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ്, ദിക്കുകളൊക്കെ അമൈത്തോന് ദിക്റോതിയിരിപ്പാണ്. എന്നും ലൈലില് നൗമില്ലാതെ ഇബാദത്ത്, എല്ലാ പകലിലും സൗമിൽ തന്നെ മൈഷത്ത്. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ്, ദിക്കുകളൊക്കെ അമൈത്തോനിൽ ദിക്റോതിയിരിപ്പാണ്. എപ്പോഴും ചിന്ത ഇലാഹിയ ചിന്ത. കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജകുമാരനായ അയ്യൂബ് നബിയുടെ അവസ്ഥ അതാണ്. ചെറുപ്പം തൊട്ട് വല്ലാത്ത ഇബാദത്ത്, പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. നമ്മൾ അതേ സ്വഭാവം. എന്തേ ചിരി വരുന്നല്ലേ? അങ്ങനെ പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം നമ്മളെ സ്വഭാവം അതുമായിട്ട് താരതമ്യപ്പെടുത്തൊന്നുമല്ല. പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. ഭക്ഷണം കുറച്ചേ കഴിക്കൂ. ശരീരം മെലിഞ്ഞ് എല്ലും തോലുമായി, വല്ലാണ്ട് മെലിഞ്ഞു. യുവാവായി അയ്യൂബ് നബി ഡമസ്കസിന്റെ തെരുവിലോട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ പേര് ഇസ്രായേലിയർ എന്നാണ്. ഇസ്രായേലരായ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ പോക്കാണ്. ഇസ്രായേൽ സമുദായം അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അവർ ഇബ്ലീസിന്റെ മാർഗത്തിലേക്കാണ് ഉന്നത് കണ്ടു കരഞ്ഞു അയ്യൂബിൻ ഹൃദയം. ഇസ്ലാമിൻ സന്താനം ഇരുട്ടീന്നും കരകയറാൻ
നൽകാനിറയോനിൽ പ്രാർത്ഥന ചെയ്തു അയ്യൂബും സദയം. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ, നുബുവത്തന്ന് ലഭിച്ചല്ലോ, ശുക്രിന്റെ സുജൂദല്ലോ. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ്, ദിക്കുകളൊക്കെ യമൈത്തോനിൽ ദിക്റോതിയിരിപ്പാണ്. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ജീവിതം വളരെ പോക്കാണ്. ഇസ്രായേലി സമുദായത്തിന്റെ ജീവിതം വഴിവിട്ട പോക്കാണെന്ന് കണ്ടപ്പോ അയ്യൂബ് എന്ന രാജകുമാരനായ യുവാവ് അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്, പടച്ചോനെ ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ, നന്നാക്കാൻ ഇവർക്കിടയിലേക്ക് നിനക്കൊരു പ്രവാചകനെ നിയോഗിച്ചുകൂടായിരുന്നു എന്ന്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ പരിണിത ഫലമാണ് പ്രാർത്ഥിച്ച മനുഷ്യരെ പ്രവാചകത്വം കൊടുത്ത് അള്ളാഹു ആദരിച്ചത്. അവിടെയാണ് നസലൽ അമീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. നബുവത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്രായേലി സമുദായത്തെ, ഡമസ്കസിലെ സമുദായത്തെ സമുദ്ധരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ കൽപ്പന അറിയിച്ചു. അതോടെ പ്രവാചകത്വം കൂടി കിട്ടിയപ്പോ അയ്യൂബ് നബിയുടെ ജീവിതം വല്ലാണ്ട് ശുഷ്കിച്ചു എന്ന് പറഞ്ഞ് നേരത്തേനേക്കാൾ അപ്പുറത്തായി. ഇപ്പം ഭക്ഷണം തീരെയില്ല, ഇബാദത്ത് അങ്ങോട്ട് കൂടി. ഇബാദത്ത് കൂടിയപ്പോ ഇബ്ലീസ് കുടുങ്ങി. ഇബ്ലീസ് ഇടക്കിടക്ക് അയ്യൂബ് നബിനെ ഇങ്ങനെ നോക്കും, ഇതൊരു വല്ലാത്ത സാധനമല്ല, എങ്ങനെങ്കിലും ഒന്ന് ഇതിനെ പറ്റിക്കണം. ഇബ്ലീസ് തീരുമാനിച്ച് ഒരു ദിവസം തന്റെ കൊട്ടാരത്തിലെ ബെഡ്റൂമിനകത്ത്, ഡമസ്കസിലെ കൊട്ടാരത്തിലെ ബെഡ്റൂമിനകത്ത് അയ്യൂബ് നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് ഒരു വയസ്സായ ഉപ്പാപ്പാന്റെ കോലത്തിൽ വന്നിട്ട് പുറത്ത് നിന്ന്, റൂമിന്റെ പുറത്ത്, ഇതേത് കോലത്തിലും വരും. വന്നിട്ട് അപ്പൊ ഇബ്ലീസ് വന്നിട്ട്, വയസ്സായ ഉപ്പാപ്പ, നമ്മുടെ നാട്ടിലെ ബജാജ് ഓട്ടോന്റെ മോഡൽ വുഡല്ല ലൂസായത്, വന്നിട്ട് അവിടെ പുറത്തു നിന്നു. അയ്യൂബിന് നിസ്കാരം കഴിഞ്ഞ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് ഒരു എത്തി നോക്കൽ ഇങ്ങനെ 2-3 വട്ടം ആവർത്തിച്ചപ്പോൾ നബി ചോദിച്ചു, ആരാ പുറത്ത് നബി ചോദിച്ചോ. പിന്നൊന്ന് ആലോചിച്ചില്ല ഇബ്ലീസ്. വയസ്സനായ വേഷം കെട്ടി ഇബ്ലീസ് അങ്ങോട്ട് ചാടി കയറിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. അന്തിക്കൊരു നാളിലെത്തിയൊരു വ്യക്തി ചൊല്ലി സലാമാലേ നബിയും, അന്തസ് പൊന്തുന്നവന്റെ മൊഴി കേട്ട് നിന്നു തരിച്ചാനേ. എന്തിന് ഭൗതിക സൗഖ്യം വെടിയുന്നു, നിന്നിൽ പിരാന്താണേ ഇങ്ങനെ, പിന്തിരിപ്പൻ മൊഴി കൊണ്ട് ദുനൂബിന്റെ വലയും വീരിച്ചാനേ. ഇങ്ങനെ നിത്യം വ്രതത്തിൽ കഴിച്ചാൽ, എന്നുമേ രാത്രി ഉറക്കമൊഴിച്ചാൽ, അങ്ങനെ ശോഷിച്ച് നീയും മരിച്ചാൽ റബ്ബിനെതിരല്ലേ കേൾക്ക്, രാജാവിൻ മോനല്ലേ. റബ്ബിനെതിരല്ലേ കേൾക്ക്, രാജാവിൻ മോനല്ലേ. ഇത്രയും കേട്ടൊരു നേരത്തവൻ നേരെ നോക്കി പറഞ്ഞോരും, നീ കേൾക്ക്, റൂഹിന്റെ വാഹനമാണ് ശരീരം, ഓർക്കൂ ഇതിൻ സാരം. എന്റെ വഴികളിൽ മുള്ളു വിതയ്ക്കുന്ന കള്ള എനിക്കറിയാം നിന്നെ, പൊള്ളത്തരങ്ങളാൽ ഉള്ളം തകർക്കുവാൻ നിന്നെ കൊണ്ടാകൂല. ഇബ്ലീസ് അങ്ങോട്ട് കയറിയിട്ട് നബിയോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല അയ്യൂബ്, ഇത് എന്ത് നിസ്കാര, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ നിസ്കരിക്കല്? നബി വെച്ചെന്തേ? അല്ല, ഇങ്ങനെ നിസ്കരിച്ച് ഭക്ഷണം ഇല്ലാണ്ട് നോമ്പും നോക്കി വെള്ളവും കുടിക്കാണ്ട് നീ ശരീരത്തെ ഇങ്ങനെ ശോഷിപ്പിച്ചാൽ, ശരീരം അങ്ങോട്ട് മെലിഞ്ഞു പോയാൽ, നിന്റെ ശരീരത്തിനോട് നിനക്കൊരു ബാധ്യതയില്ലേ? അള്ളാഹു നിനക്ക് അനുഗ്രഹമായി നൽകിയ നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയില്ലേ അയ്യൂബേ? ആ ബാധ്യത നീ നിറവേറ്റിയില്ലെങ്കിൽ നീ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇങ്ങനെയൊന്നും പോരാ, ഇടക്കിടക്ക് നോമ്പ് ഒഴിവാക്കണം, നല്ലോണം തിന്നണം, നിസ്കാരം കുറച്ചിട്ട് കുറച്ച് ഉറങ്ങണം.